ഭാഗം 2-ലെ റൈറ്റേഴ്സും അവരുടെ ഷോർട്ട് പ്രൊഫൈലും അതേപോലെ തന്നിരിക്കുന്ന ചാപ്റ്ററുകളുടെ അർത്ഥങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് പോർഷനിലെ 3 ചാപ്റ്റേഴ്സും അവരുടെ ആ 3 ചാപ്റ്റേഴ്സിലെ റൈറ്റേഴ്സും അവരുടെ ഷോർട്ട് പ്രൊഫൈലും നോക്കി അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ പറഞ്ഞു. അതേപോലെ നമ്മൾ ആ തന്നിരിക്കുന്ന 3 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയായിരുന്നു ചാപ്റ്റേഴ്സ്? പ്രലോഭനം, അതേപോലെ ഒരു യുദ്ധത്തിൻ്റെ പരിണാമം, ഒരു സങ്കീർത്തനം പോലെ ഈ 3 ചാപ്റ്റേഴ്സിലെ അർത്ഥങ്ങൾ നോക്കി. നമ്മൾ നോക്കിയ റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? പെരുമ്പടവം ശ്രീധരൻ, അതേപോലെ കുട്ടിക്കൃഷ്ണ മാരാർ, ഉണ്ണായി വാര്യർ. ഇത്രയും പേരുടെ ഷോർട്ട് പ്രൊഫൈലാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാക്കി ഉള്ള അടുത്ത 3 ചാപ്റ്റേഴ്സിലുള്ള റൈറ്റേഴ്സും അതേപോലെ അവരുടെ ഷോർട്ട് പ്രൊഫൈലും അതേപോലെ ആ ചാപ്റ്ററുകളിലെ അർത്ഥങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന റൈറ്റർ എന്ന് പറയുന്നത് ശരൺ കുമാർ ലിംബാളെയാണ്. ശരൺ കുമാർ ലിംബാളെ എന്ന് പറയുന്നത് 1956 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ചു. മറാത്തി എഴുത്തുകാരനാണ്. 1956 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ചു. മറാത്തി എഴുത്തുകാരനാണ്. അക്കർ മാസി എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥോപാഖ്യാനമാണ്. എന്താണ് അക്കർ മാസി എന്ന് പറയുന്നത്? ശരൺ കുമാർ ലിംബാളയുടെ ആത്മകഥോപാഖ്യാനമാണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഉൾപ്പെടെയുള്ള ലോക ഭാഷകളിലെല്ലാം വിവർത്തനങ്ങളുണ്ടായ ഈ കൃതി ശ്രദ്ധേയമായ രചനയാണ്. ഫ്രഞ്ച് തുടങ്ങിയിട്ടുള്ള ലോകത്തിലെ ഒട്ടേറെ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കൃതി എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള രചനയാണ്. നാസിക് ആസ്ഥാനമായുള്ള യശ്വന്തറാവു ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പൂനെ ഡിവിഷൻ റീജിയണൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. ഇദ്ദേഹം, അതായത് ഈ കൃതി ശ്രദ്ധേയമായിട്ടുള്ള രചനയാണ്. അതേപോലെ നാസിക് ആസ്ഥാനമായിട്ടുള്ള യശ്വന്തറാവു ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പൂനെ ഡിവിഷനിലെ റീജിയണൽ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ് ആര്? ശരൺ കുമാർ ലിംബാളെ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 1956 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ചു. മറാത്തി എഴുത്തുകാരനാണ്. അക്കർ മാസി എന്ന ആത്മകഥോപാഖ്യാനമാണ് ആദ്യ കൃതി എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഉൾപ്പെടെയുള്ള ലോക ഭാഷകളിലെല്ലാം വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ കൃതി ശ്രദ്ധേയമായിട്ടുള്ള രചനയാണ്. നാസിക് ആസ്ഥാനമായിട്ടുള്ള യശ്വന്തറാവു ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പൂനെ ഡിവിഷൻ റീജിയണൽ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇനി പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്ര വിമർശനാണ്. ചുവാചുത്ത്, ബഹുജൻ, ഹിന്ദു, ഇതൊക്കെ നോവലാണ്. എന്താണ്? ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്ര വിമർശനാണ്. ചുവാചുത്ത്, ബഹുജൻ, ഹിന്ദു, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൈറ്ററെ നോക്കാം. ഇദ്ദേഹത്തിൻ്റെ കൃതി ആലോചിച്ച് വയ്ക്കുക. അക്കർ മാസി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. അതേപോലെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് ഇതൊക്കെ. ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്ര ഇതെന്താണ്? വിമർശനാണ്. അതേപോലെ ചുവാചുത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ നോവലാണ്. അതേപോലെ ബഹുജനും ഹിന്ദും ഇദ്ദേഹത്തിൻ്റെ നോവലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൈറ്ററെ നോക്കാം. അടുത്ത റൈറ്റർ എന്ന് പറയുന്നത് വയലാർ രാമവർമ്മ. ആലപ്പുഴ ജില്ലയിലെ വയലാറിൽ ജനിച്ചു. പ്രതിഭാധനനായ കവിയും ഗാനരചയിതാവുമാണ് ആര്? വയലാർ രാമവർമ്മ എന്ന് പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സിനിമ, നാടക, ഗാനരചനയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡും അതേപോലെ സിനിമ, നാടക, ഗാനരചനയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിയാണ് ആര്? വയലാർ രാമവർമ്മ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ വയലാറിലാണ് ജനിച്ചത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് സർഗസംഗീതം, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, മുളങ്കാട്, എനിക്ക് മരണമില്ല. സർഗസംഗീതം, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, മുളങ്കാട്, എനിക്ക് മരണമില്ല, ഒരു ജൂദാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റുലി കവിതകൾ, കല്യാണ സൗഗന്ധികം. ഇത്രയും ഇദ്ദേഹത്തിൻ്റെ എന്താണ്? കവിതാ സമാഹാരങ്ങളാണ്. സർഗസംഗീതം, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, മുളങ്കാട്, എനിക്ക് മരണമില്ല, ഒരു ജൂദാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റുലി കവിതകൾ, കല്യാണ സൗഗന്ധികം. ഇത്രയും വയലാർ രാമവർമ്മയുടെ കവിതാ സമാഹാരങ്ങളാണ്. ഇനി ആയിഷ എന്ന് പറയുന്നത് ഖണ്ഡകാവ്യമാണ്. പുരുഷാന്തരങ്ങളിലൂടെ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ്.
ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ആലപ്പുഴ ജില്ലയിലെ വയലാറിൽ ജനിച്ചു. പ്രതിഭാധനനായിട്ടുള്ള കവിയും ഗാനരചയിതാവുമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സിനിമ, നാടക ഗാനരചനയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ എന്ന് പറയുന്നത് സർഗസംഗീതം, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, മുളങ്കാട്, എനിക്ക് മരണമില്ല, ഒരു ജൂദാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റിൽ കവിതകൾ, കല്യാണ സൗഗന്ധികം, ഇത്രയും കവിതാ സമാഹാരങ്ങളാണ്. ആയിഷ എന്ന് പറയുന്നത് ഖണ്ഡകാവ്യമാണ്. പുരുഷാന്തരങ്ങളിലൂടെ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൈറ്ററെ നോക്കാം. അടുത്ത റൈറ്റർ എന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാടാണ്. എസ് കെ പൊറ്റക്കാട് നോവലിസ്റ്റാണ്, കഥാകൃത്താണ്, അതേപോലെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാ വിവരണക്കാരൻ എന്ന നിലയിലും ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് ആര്? എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്നത്. നോവലിസ്റ്റാണ്, കഥാകൃത്താണ്, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാ വിവരണക്കാരൻ എന്ന നിലയിൽ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ്. മുഴുവൻ പേരെന്ന് പറയുന്നത് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട് എന്നാണ്. എന്താണ് എസ് കെ പൊറ്റക്കാടിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്. ഓക്കെ അല്ലേ? ഇനി ഇദ്ദേഹം കോഴിക്കോടാണ് ജനിച്ചത്. കോഴിക്കോട് ജനിച്ചു. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട് എന്നാണ് എസ് കെ പൊറ്റേക്കാടിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. കോഴിക്കോടാണ് അദ്ദേഹം ജനിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോകസഭാ അംഗമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൻ സ്മാരക സമിതി എന്നിവയുടെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ലോകസഭ അംഗമായിരുന്നു, അതേപോലെ കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൻ സ്മാരക സമിതി എന്നിവയുടെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നു. ജ്ഞാനപീഠം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്, അതേപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച വ്യക്തിയാണ് ആര്? എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്നത്. മുഴുവൻ പേരെന്തായിരുന്നു? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം എന്നിവ നോവലുകളാണ്. എന്തൊക്കെയാണ്? ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം നോവലുകളാണ്. ചന്ദ്രകാന്തം, രാജമല്ലി, പുള്ളിമാൻ, ജലതരംഗം, ഇന്ദ്രനീലം ഇതൊക്കെ കഥാസമാഹാരങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം നോവലുകളാണ്. ചന്ദ്രകാന്തം, രാജമല്ലി, പുള്ളിമാൻ, ജലതരംഗം, ഇന്ദ്രനീലം ഇത് ഇദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ്. ബാലിദ്വീപ്, മലയനാടുകളിൽ, ഇന്തോനേഷ്യൻ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, പാദ്രാസൂര്യന്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, യൂറോപ്പിലൂടെ, ബൊഹീമിയൻ ചിത്രങ്ങൾ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, കെയ്റോ കത്തുകൾ, നേപ്പാൾ യാത്ര, കാശ്മീർ, യാത്രാസ്മരണകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ ഇത്രയും ഇദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ്. എസ് കെയുടെ യാത്രാ വിവരണങ്ങളാണ് ഏതൊക്കെ? ബാലിദ്വീപ്, മലയനാടുകളിൽ, ഇന്തോനേഷ്യൻ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, പാദ്രാസൂര്യന്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, യൂറോപ്പിലൂടെ, ബൊഹീമിയൻ ചിത്രങ്ങൾ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നെയിൽ ഡയറി, കെയ്റോ കത്തുകൾ, നേപ്പാൾ യാത്ര, കാശ്മീർ, യാത്രാസ്മരണകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ ഇത്രയും എന്താണ് ഇദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ്. ഓക്കെ അല്ലേ? നോവലുകൾ ഏതൊക്കെയായിരുന്നു? ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം ഇത്രയും എന്താണ് ഇദ്ദേഹത്തിന്റെ നോവലുകളാണ്. അതേപോലെ ചന്ദ്രകാന്തം, രാജമല്ലി, പുള്ളിമാൻ, ജലതരംഗം, ഇന്ദ്രനീലം ഇത് ഇദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ, എൻ്റെ വഴിയമ്പലങ്ങൾ, പൊന്തക്കാടുകൾ ഇത് ഇദ്ദേഹത്തിന്റെ സ്മരണകളാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ, എൻ്റെ വഴിയമ്പലങ്ങൾ, പൊന്തക്കാടുകൾ ഇത്രയും ഇദ്ദേഹത്തിന്റെ സ്മരണകളാണ്. എസ് കെയുടെ കൃതികൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം നോവലുകളാണ്. ചന്ദ്രകാന്തം, രാജമല്ലി, പുള്ളിമാൻ, ജലതരംഗം, ഇന്ദ്രനീലം കഥാസമാഹാരങ്ങളാണ്. ബാലിദ്വീപ്, മലയനാടുകളിൽ, ഇന്തോനേഷ്യൻ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, പാദ്രാസൂര്യന്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, യൂറോപ്പിലൂടെ, ബൊഹീമിയൻ ചിത്രങ്ങൾ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, കെയ്റോ കത്തുകൾ, നേപ്പാൾ യാത്ര, കാശ്മീർ, യാത്രാസ്മരണകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ യാത്രാവിവരണങ്ങളാണ്. സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ, എൻ്റെ വഴിയമ്പലങ്ങൾ, പൊന്തക്കാടുകൾ ഇത് ഇദ്ദേഹത്തിന്റെ സ്മരണകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി റൈറ്റേഴ്സിന്റെ പേരൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. അവരുടെ കൃതികൾ ഏതൊക്കെയാണെന്നുള്ളത് ആലോചിക്കുക. എസ് കെ പൊറ്റക്കാട് പറഞ്ഞു, അതേപോലെ വയലാർ രാമവർമ്മ പറഞ്ഞു, പിന്നെ പറഞ്ഞത് ശരൺകുമാർ ലിംബാളെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററുകളിലെ
അർത്ഥങ്ങൾ നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കർമാസിയാണ്. അക്കർമാസി ആരുടെയായിരുന്നു? ശരൺകുമാർ ലിംബാളയുടെയാണ്. അക്കർമാസി എന്ന് പറയുന്നത് അർദ്ധജാതി എന്നാണ് അർത്ഥം. അർദ്ധജാതി എന്നാണ് എന്ത് അക്കർമാസി എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? അർദ്ധജാതി എന്നാണ്. അതേപോലെ തുടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങല എന്നാണ് അർത്ഥം. തുടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചങ്ങല എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഞാൻ കഥാകാരനായ കഥ. ഈ ഞാൻ കഥാകാരനായിട്ടുള്ള കഥ എന്ന് പറയുന്ന ചാപ്റ്റർ എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് പറയുന്നതാണ്. അതിൽ അക്ഷന്തവ്യം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. ക്ഷമിക്കാൻ പറ്റാത്തത് എന്നുള്ളത് എന്തിന്റെ അർത്ഥമാണ്? അക്ഷന്തവ്യം എന്നുള്ള വേർഡിന്റെ അർത്ഥമാണ്. ഇനി മുദ്രലക്കോട്ട എന്ന് പറഞ്ഞാൽ തപാൽ മുദ്ര പതിച്ച കവറിനെയാണ് എന്ത് പറയുന്നത്? മുദ്രലക്കോട്ട എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി കുണ്ടം എന്ന് പറയുന്നത് കുഷ്ടമാണ്. വട്ടത്തിലുള്ള ടായാണ്. കുണ്ടം എന്ന് പറയുന്നത് കുഷ്ടമാണ്. ഒന്നുകൂടെ പറയാം. അക്രമാസിയിൽ രണ്ടർത്ഥങ്ങളാണ് പഠിച്ചത്. അക്രമാസി എന്ന് പറയുന്നത് അർദ്ധജാതി എന്നാണ്. അതേപോലെ തുടൽ എന്ന് പറഞ്ഞാൽ ചങ്ങല എന്നാണ് അർത്ഥം. ഇനി ഞാൻ കഥാകാരനായ കഥ എന്നുള്ള പാഠഭാഗത്തിൽ അക്ഷന്തവ്യം എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പറ്റാത്ത എന്നാണ് അർത്ഥം. അതേപോലെ മുദ്രലക്കോട്ട എന്ന് പറയുന്നത് തപാൽ മുദ്ര പതിച്ച കവറാണ്. കുടം എന്ന് പറയുന്നത് കുഷ്ടമാണ്. കുഷ്ടമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അശ്വമേധം നോക്കാം. അശ്വമേധത്തില് ഫസ്റ്റ് അശ്വമേധം എന്താണ്? ഒരു യാഗമാണ്. അശ്വമേധം എന്ന് പറഞ്ഞാൽ ഒരു യാഗമാണ്. കുതിരയുടെ മസ്തകത്തില് ജയപത്രം ബന്ധിപ്പിച്ച് യഥേഷ്ടം സഞ്ചരിക്കാൻ വിടുന്നു. അതിനെ തടയുന്നവരെ എന്താണ്? യുദ്ധത്തിൽ ജയിക്കണം. അതിനെ തടയുന്നവരെ അവരോട് യുദ്ധം ചെയ്തിട്ട് നമ്മൾ ജയിക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്? അശ്വമേധം എന്ന് പറയുന്നത്. അതൊരു യാഗമാണ്. കുതിരയുടെ മസ്തകത്തില് ഒരു ജയപത്രം ബന്ധിപ്പിച്ചിട്ട് അതിനെ യഥേഷ്ടം സഞ്ചരിക്കാൻ വിടുന്നു. അതിനെ ആരാണോ തടയുന്നത് അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്തിട്ട് ജയിക്കണം. അതിനെയാണ് എന്ത്? അശ്വമേധം എന്ന് പറയുന്നത്. ഇനി അശ്വഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോവേഗത്തിൽ കുതിരയെ നയിക്കാനുള്ള ഒരു മന്ത്രമാണ് എന്ത്? അശ്വഹൃദയം എന്ന് പറയുന്നത് മനോവേഗത്തിൽ കുതിരയെ നയിക്കാനുള്ള ഒരു മന്ത്രമാണ്. ഇനി ആഗമതത്വവേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദതത്വം അറിയുന്നവരാണെന്ത്? ആഗമതത്വവേദികൾ. ഇതെന്താണ്? ആഗമതത്വവേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദതത്വം അറിയുന്നവർ എന്നാണ് അർത്ഥം. അപ്പൊ വേദതത്വം അറിയുന്നവരുടെ ഒറ്റ പദമായിട്ട് എന്ത് ചോദിക്കാം? ആഗമതത്വവേദികൾ എന്നുള്ളത് ചോദിക്കാം. ദിഗ്വിജയം എന്ന് പറയുന്നത് ദിക്കുകളെ ജയിക്കലാണ്. ദിഗ്വിജയം എന്ന് പറയുന്നത് എന്താണ്? ദിക്കുകളെ ജയിക്കൽ എന്നാണ് അർത്ഥം. അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. ദിക്കുകളെ ജയിക്കൽ എന്നാണ് ദിഗ്വിജയം എന്ന് പറയുന്നത്. ദിഗ്വിജയം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതേപോലെ ആഗമതത്വവേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം അറിയുന്നവരാണ് എന്ത്? ആഗമതത്വവേദികൾ എന്ന് പറയുന്നത്. ദൃപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കരിച്ച എന്നാണ് അർത്ഥം. ദൃപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അഹങ്കരിച്ച എന്നാണ് അർത്ഥം. ഇനി പിഞ്ചിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിൽപ്പീലികളുടെ ചലനമാണ് എന്ത്? പിഞ്ചിക ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? മയിൽപ്പീലികളുടെ ഇളക്കമാണ് പിഞ്ചിക ചാലനം. പിഞ്ചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിൽപ്പീലി എന്നാണ് അർത്ഥം. അപ്പൊ പിഞ്ചിക ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? മയിൽപ്പീലികളുടെ ഇളക്കമാണ്. ഇനി പ്രാപിതമഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തച്ഛന്റെ പിതാവിനെയാണ് എന്ത് പറയുന്നത്? പ്രാപിതമഹൻ എന്ന് പറയുന്നത്. പ്രാപിതമഹൻ എന്ന് പറഞ്ഞ ആരാണ്? പ്രാപിതാമഹൻ എന്ന് പറഞ്ഞ ആരാണ്? മുത്തച്ഛന്റെ പിതാവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത് റൈറ്റേഴ്സിനെയാണ്. ഏതൊക്കെ റൈറ്റേഴ്സിനെ പഠിച്ചത്? ശരൺകുമാർ ലിംബാളെ പഠിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്കെ? അക്കർമാസി, അതേപോലെ ദലിത് സാഹിത്യക, സൗന്ദര്യശാസ്ത്രി, അത് വിമർശനാണ്. ചുവാചുത്ത്, ബഹുജൻ, ഹിന്ദു, അതൊക്കെ നോവലാണ്. അതേപോലെ വയലാർ രാമവർമ്മയെ കുറിച്ച് പഠിച്ചു. വയലാർ രാമവർമ്മ എന്ന് പറയുന്നത് കവിയും ഗാനരചയിതാവുമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതേപോലെ സിനിമാ നാടക ഗാനരചനയ്ക്കുള്ള അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. സർഗസംഗീതം, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, മുളങ്കാട്, എനിക്ക് മരണമില്ല, ഒരു ജൂദാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റിൽ കവിതകൾ, കല്യാണ സൗമിത്രി അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. ആയിഷ ഖണ്ഡകാവ്യമാണ്. പുരുഷാന്തരങ്ങളിലൂടെ എന്ന് പറയുന്നത് യാത്രാ വിവരണമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എസ് കെ പൊറ്റക്കാടിനെയാണ് പഠിച്ചത്. എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്നത് നോവലിസ്റ്റാണ്, കഥാകൃത്താണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാ വിവരണക്കാരനാണ് ആര്? എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട് എന്നാണ്. ഇനി അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം എസ് കെക്ക് ലഭിച്ചത് 1965-ലാണ്. എസ് കെക്ക് ജ്ഞാനപീഠം ലഭിച്ചത് 1980-ലാണ്. ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? അത് ജി ശങ്കരക്കുറുപ്പിനാണ് 1965. മലയാളത്തില് സെക്കൻഡ് ജ്ഞാനപീഠം ലഭിച്ച വ്യക്തിയാണ് ആര്?
എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്നത്. എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് 1980-ലാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം നോവലുകളാണ്. ചന്ദ്രകാന്തം, രാജമല്ലി, പുള്ളിമാൻ, ജലതരംഗം, ഇന്ദ്രനീലം കഥാസമാഹാരങ്ങളാണ്. ബാലിദ്വീപ്, മലയനാടുകളിൽ, ഇന്തോനേഷ്യൻ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, പാദ്രാസൂര്യന്റെ നാട്ടിൽ, സോവിയറ്റ് ഡയറി, യൂറോപ്പിലൂടെ, ബൊഹീമിയൻ ചിത്രങ്ങൾ, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നെയിൽ ഡയറി, കെയ്റോ കത്തുകൾ, നേപ്പാൾ യാത്ര, കാശ്മീർ യാത്രാസ്മരണകൾ, ഹിമാലയ സാമ്രാജ്യത്തിൽ. ഇത്രയും അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ്. സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ, എൻ്റെ വഴിയമ്പലങ്ങൾ, പൊന്തക്കാടുകൾ. ഇത് മൂന്നും അദ്ദേഹത്തിന്റെ സ്മരണകളാണ്. ഇനി അടുത്ത നമ്മൾ ചാപ്റ്ററുള്ള അർത്ഥമാണ് പഠിച്ചത്. അർത്ഥങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അക്കർമാസി എന്ന് പറഞ്ഞാൽ അക്കർമാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധജാതി എന്നാണ്. തുടൽ ചങ്ങലയാണ്. അക്ഷന്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റാത്തതാണ്. മുദ്രലക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപാൽ മുദ്ര പതിച്ച കവറാണ്. കുടം എന്ന് പറയുന്നത് കുഷ്ഠമാണ്. കുടം, കുഷ്ഠം. അശ്വമേധം എന്ന് പറയുന്നത് ഒരു യാഗമാണ്. അത് എന്താണ്, കുതിരയുടെ മസ്തിഷ്കത്തിൽ ജയപത്രം ബന്ധിപ്പിച്ചിട്ട് യഥേഷ്ടം സഞ്ചരിക്കാൻ വേണ്ടി ആരാണോ അതിനെ തടുക്കുന്നത് അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിക്കണം. ഇനി അശ്വഹൃദയം എന്ന് പറയുന്നത് മനോവേഗത്തിൽ കുതിരയെ നയിക്കാനുള്ള ഒരു മന്ത്രമാണ് എന്ത്, അശ്വഹൃദയം എന്ന് പറയുന്നത്. ആഗമ തത്വവേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദതത്വം അറിയുന്നവരാണ്. ദിഗ്വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കുകളെ ജയിക്കലാണ്. ദൃപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കരിച്ച എന്നാണ് അർത്ഥം. പിഞ്ചിക ചാലനം പറഞ്ഞു കഴിഞ്ഞാൽ മയിൽപ്പീലികളുടെ ഇളക്കമാണ്. പ്രാപിതാമഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തച്ഛൻ്റെ പിതാവാണ്. ഓക്കെ അല്ലേ? എസ് കെക്ക് ജ്ഞാനപീഠം ലഭിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അത് 1980-ലാണ്. നമുക്ക് ജ്ഞാനപീഠം എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ പഠിക്കാനുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ പഠിക്കാനുണ്ട്. എല്ലാ എക്സാമിനും പൊതുവെ ചോദിക്കുന്നതാണ്. അപ്പോൾ ജ്ഞാനപീഠം എസ് കെക്ക് ലഭിച്ചത് 1980-ലാണ്. ആദ്യം ജ്ഞാനപീഠം ലഭിച്ചതും മലയാളത്തിൽ ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണത്? ജി ശങ്കരക്കുറുപ്പിനാണ് 1965. എസ് കെക്ക് 1980. ഓക്കെ അല്ലേ? ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.